നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, എറണാകുളം ഇന്ദിരാഗാന്ധിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന പേപ്പേഴ്സ് BPSC 144-ൻ്റെ യൂണിറ്റ്സ് 3 യൂണിറ്റ്സ് 13, 14, 15. ഈ 15 യൂണിറ്റാണ് ഈ ടോട്ടൽ BPSC പേപ്പറിലുള്ളത്. അതുകൊണ്ട് ഫുള്ളായിട്ട് മാക്സിമം കംപ്രസ് ചെയ്തിട്ടാണ് ഉള്ളത്. ബാക്കിയുള്ളത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ 13 ചാപ്റ്ററിൽ സിവിൽ സൊസൈറ്റി സമൂഹം സൗത്ത് ഏഷ്യയിലുള്ള സിവിലായിട്ടുള്ള സമൂഹത്തെ പറ്റിയുള്ള പരാമർശമാണ്. അത് എങ്ങനെയാണ് അത് പൊളിറ്റിക്കലായിട്ട് വന്നത്, അത് ഏത് വിധത്തിൽ ഡെമോക്രസിയിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് എങ്ങനെ വന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കഷൻ എടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്തു, പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുവായ ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടാക്കി, ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് പഠിപ്പുണ്ടായിരിച്ച് വൈഡായിട്ടുള്ള വിഷൻ അല്ലെങ്കിൽ ദീർഘവീക്ഷണം ഉണ്ടാവുക. ഇതേമാതിരി ജനാധിപത്യത്തിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വേരിയസ് ഇഷ്യൂവിനെ പറ്റി അറിയുക. ഇതൊക്കെ വളരെ കാര്യമായിട്ട് ആണ് ഈ സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ ജനസമൂഹത്തിൽ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ വഴി അത് പബ്ലിക് പോളിസി ആയിട്ട് മാറ്റിയെടുക്കുന്നു. ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പബ്ലിക് പോളിസി ആയിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയേണ്ടത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ജനത അവർക്ക് അവിടുത്തെ ആ രാജ്യത്തെ നിയമത്തിനെ അനുസരിച്ച് വേണം പോവാനായിട്ട്. അതിനാണ് നിയമം നമ്മൾ കയ്യിലെടുക്കരുതെന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ അനുസരിച്ചിട്ട് വേണം കമ്മ്യൂണിറ്റി ഉള്ളവർ പരസ്പരം സഹായ സഹകരണങ്ങളോടെ ജീവിക്കുക, ഉപദ്രവിക്കാണ്ടിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ വിധത്തിലാണ് ഈ നിയമത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനികളുണ്ട്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിനൊക്കെ ഈ സിവിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, അത് എത്രത്തോളം പോവാം, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ മനസ്സിലാക്കി വേണം പോവാനായിട്ട്. ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾസിൽ ഗൈഡിങ് പ്രിൻസിപ്പിൾസിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾക്കുള്ള അറിവിനെ നമ്മൾ ആക്ട് ചെയ്ത് അതിനെ ഏത് വിധത്തിൽ മനുഷ്യരാശിക്ക് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്. ആ പ്രിൻസിപ്പിൾസിനെ കളയാണ്ട് നമുക്കറിയുന്ന സ്പിരിറ്റും നമുക്കറിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളും ആക്ഷനിൽ കൂടിയും പരാമർശത്തിൽ കൂടിയും ചെയ്തു കൊണ്ടുവരിക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേറ്റ്, ഓർഗനൈസ്, എജിറ്റേറ്റ്. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ധാതാവ് അല്ലെങ്കിൽ അംബേദ്കറിന്റെ അഭിപ്രായമാണ് എഡ്യൂക്കേറ്റ്, ഓർഗനൈസ് ആൻഡ് എജിറ്റേറ്റ്. എജിറ്റേറ്റ് പറയുമ്പോൾ അങ്ങേര് 1942 ഒരു താഴ്ന്ന ജാതിക്കാരുടെ ഒരു കോൺഫറൻസിൽ സംസാരിക്കുന്ന സമയത്താണ് ഈ സ്ലോഗൻ പറയുന്നത്. ഫസ്റ്റ് ജസ്റ്റിസ് മിനിസ്റ്റർ ആണ് ഇന്ത്യയുടെ. എഡ്യൂക്കേറ്റ് എന്ന് വെച്ചാൽ എല്ലാവരെയും പഠിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ഓർഗനൈസ് ചെയ്തു വരിക, എന്നിട്ട് വേണം അജിറ്റേഷനിൽ അല്ലെങ്കിൽ വിപ്ലവത്തിലേക്ക് കൊണ്ടുപോകാൻ. കാരണം ഇവിടെ പുള്ളിയുടെ അങ്ങേരെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ എങ്ങനെ ചിട്ടയോടെ അല്ല, പഠിപ്പില്ല അല്ലെങ്കിൽ അറിവില്ല, ആ അറിവില്ലാത്തവർ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ഓർഗനൈസേഷണൽ സ്കിൽസ് കുറവായിരിക്കും. അവർ ചെയ്യുമ്പോൾ അതിന്റെ പരിണാമമായിട്ട് വരുന്നത് കാര്യം നമ്മൾ എന്ത് ഉദ്ദേശിച്ചുവോ അത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇഫക്റ്റീവായിട്ടുള്ള ഓർഗനൈസേഷൻ, ഇഫക്റ്റീവായിട്ടുള്ള ആക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ സാരാംശമായിട്ട് ഞാൻ പറയുന്നത് എന്താണ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം. അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ വഴി ആ പഠിപ്പും അവർക്കുള്ള അഭിപ്രായങ്ങളും പറയാനുള്ള കാര്യങ്ങൾ, തിങ്കിങ് കപ്പാസിറ്റി, ആലോചിക്കാനും
ഓർഗനൈസ് ചെയ്യാനും കൂടെയുള്ളവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് ഘടകമായിട്ട് നിന്ന് പ്രവർത്തിക്കാനും അതിൽ കൂടെ വിപ്ലവമായിട്ടോ അല്ലെങ്കിൽ വിപ്ലവം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും നേടിയെടുക്കാൻ ഓർഗനൈസിങ് സ്കില്ലും ഒരു ഡിസ്കഷൻ സ്കിൽസും ഒക്കെ വരണം എന്നാണ് ഇതിന്റെ സാരാംശമായിട്ടുള്ള ഉപദേശം. ഇതില് നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള സൊസൈറ്റികളുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഓട്ടോണമസ് ഉണ്ട്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഉണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ളവര്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ബിസിനസ് ഗ്രൂപ്പ്, ലോയേഴ്സ് ഗ്രൂപ്പ്, അതുമാതിരി ഡോക്ടേഴ്സ് ഗ്രൂപ്പ്, ഇതൊക്കെ പ്രൊഫഷനാണ്, ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനാണ്. അതേ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും സിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ അസോസിയേഷൻസ് ഫോം ചെയ്യുമ്പോൾ NGOs നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഈ ഒരു സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ പ്രോബ്ലംസ് ശരി ഒരേമാതിരി ആയിരിക്കും, ഒരേ പ്രോബ്ലംസ് ആയിരിക്കും, ഒരേ തരത്തിലായിരിക്കും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക. അത് എങ്ങനെ സൊല്യൂഷൻ, അതെങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ അറിയണമെങ്കിൽ അവരെ ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്ത് അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പല വിധത്തിലുള്ള അസോസിയേഷൻസ് വഴിയും ഇന്ററാക്ഷൻസ് വഴിയുമാണ് അങ്ങനെ എടുക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതേമാതിരി ഈ അസോസിയേഷനിൽ നമ്മൾ പറയുന്നത് സാധാരണ അസോസിയേഷൻസ് മാത്രമല്ല, ഇതിൽ യൂത്ത് വിങ് ഉണ്ട്, അതായത് ചെറുപ്പക്കാർ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയാണ്, റോട്ടറി ക്ലബ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് റോട്ടറി ക്ലബ്ബ്. പക്ഷെ അവരുടെ യൂത്ത് വിങ്ങിന് നമ്മൾ പറയാ റൊട്രാക്ട് എന്നാണ്. അപ്പൊ റൊട്രാക്ട് യങ് ഗ്രൂപ്പിലുള്ളവര് ഇതിന്റെയൊക്കെ സിമിലർ ഫോംസ് ആണ്, ഒരു ചെറിയ 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 നോക്കത്തോടെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വലുതായി കഴിഞ്ഞാൽ അവര് ഓട്ടോമാറ്റിക്കലി ഈ റൊട്രാക്റ്റിൽ നിന്ന് റൊട്ടേറിയന്റെ ഗ്രൂപ്പിലേക്ക് മാറാൻ പറ്റും. അതേമാതിരി നമ്മളിവിടെ ബാലജന സഖ്യം എന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സ്കൂൾസില്. അവർക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ആ ലീഡർഷിപ്പ് ട്രെയിനിങ് വഴി കുട്ടികൾക്ക് എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കാനും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനും, അങ്ങനെ വരുമ്പോൾ അത് ഫ്യൂച്ചറിൽ അവരുടെ വലുതായി ഒരു സിറ്റിസൺ ആയിട്ട് ഒരു ജനതയായിട്ട് മാറുമ്പോൾ എങ്ങനെ ഏത് വിധത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിജ്ഞാനം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ അത് കൂടാണ്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്പോർട്സ് ഗ്രൂപ്പ് ഉണ്ട്, ലിഷർ ഗ്രൂപ്പ്സ് ഉണ്ട്, വെറ്ററൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഇൻഡിജിനിയസ് ആയിട്ടുള്ള പല വിധത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പ് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും, അതുവഴി അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇനി ഒരു സൊസൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുമ്പോൾ സൊസൈറ്റി ടു സൊസൈറ്റി ആണോ, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആണോ, നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ടോ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ആ രാജ്യത്തെ അവിടുത്തെ ജനതയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ഇമ്പോർട്ടൻസ്, ഗവൺമെന്റിന്റെ ആക്ടിവിറ്റി, ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതേമാതിരി തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സൊസൈറ്റിക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാം, എത്രത്തോളം ധനം അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വിധത്തിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്യമാണ്. ഇനി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, സിവിൽ സൊസൈറ്റിന്റെ വേർഡ് ഒറിജിൻ വന്നത് ഗ്രീക്ക് എന്നാണ്. ഗ്രീക്കിലാണ് ഈ വാക്ക് സൊസൈറ്റി എന്നുള്ളത് വാക്ക് വരുന്നത്. പൊളിറ്റിക്കൽ ഐഡിയയും അതിന്റെ സിസറോന്റെ വർക്ക് റോമിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതും. ആ റോമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, റോമൻ ഭാഷയിൽ പറയാ സൊസൈറ്റിയാസ് സിവിലിയാസ്. ഇതിന്റെ അർത്ഥം ഒരു സിവിലൈസേഷൻ, അതായത് താരതമ്യേന പൊളിറ്റിക്സിലും ജീവിതത്തിലും സ്വയ ജീവിതത്തിലും നല്ല വിധത്തിൽ സംസ്കാരത്തോടെ ജീവിക്കാന്നാണ് അതിന്റെ ഉദ്ദേശം. അതിനെയാണ് ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. നല്ല സംസ്കാരമുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇത് സൊസൈറ്റിയും സ്റ്റേറ്റും തമ്മിൽ എന്താണ് റിലേഷൻ?
ഈ റിലേഷനിൽ എങ്ങനെയാ വരുന്നത് വെച്ചാല് സ്റ്റേറ്റ് ഒരു ലിമിറ്റ് ഇടും, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻസ്. അങ്ങനെ വരുമ്പോൾ ആ നീഡിന്, അവർക്ക് ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടണം. അപ്പോൾ മാത്രമേ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ആ കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സിവിൽ സൊസൈറ്റി ഒരാൾക്കും സബോർഡിനേറ്റ് എന്ന് പറയാം. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ താഴെയാണ് ഈ സിവിൽ സൊസൈറ്റി വരുന്നത്. സ്ട്രക്ചറാണ്. ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഒരു വീടിന്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞു സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, എൽഡർ ബ്രദർ, എൽഡർ സിസ്റ്റർ, യങ്ങർ ബ്രദർ, യങ്ങർ സിസ്റ്റർ. ഇപ്പൊ ഇത് ഈ ഗ്രൂപ്പിന്റെ അകത്താണെങ്കിൽ ഞാൻ പറയും ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അച്ഛനെ പറയും, അച്ഛനമ്മ. കാരണം കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹപ്പെട്ടോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അത് അവർക്ക് വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് പാരന്റ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് അവർക്ക് അങ്ങനെ നിശ്ചയിച്ച ശേഷം തന്നെ എന്ത് വേണം കുട്ടി ചോദിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയല്ല, അവർക്ക് ആവശ്യമുള്ളതിനെ അറിഞ്ഞ് കണ്ട് കേട്ട് അതിനെ ദാനം ചെയ്യാണ് അച്ഛനും അമ്മയും ചെയ്യുക. അപ്പോ അതിന്റെ പരാമർശം ഞാൻ പറയുന്നത് സ്റ്റേറ്റിൽ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ടൊരു സിമ്പിൾ ഫോർമാറ്റിലാണ് ഞാൻ അതിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഇനി കണ്ടംപററി സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ കണ്ടംപററി എന്ന് പറയുന്ന മോഡേൺ ഇപ്പോഴത്തെ കാലഘട്ടം, ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും വരണമെങ്കിൽ അവർക്ക് സ്ട്രെങ്തൻ ചെയ്യണം പബ്ലിക് ആക്ടിവിറ്റീസ് തന്നെ പബ്ലിക് സ്ഫിയറിൽ കൂടെ തന്നെ. നമ്മളിപ്പോൾ വളരെ കാര്യമായിട്ട് കേൾക്കാറുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ട്രാഫിക്കിന്റെ പ്രശ്നം, പാർക്കിങ്ങിന്റെ പ്രശ്നം. അതൊരു സിവിൽ സൊസൈറ്റിന്റെ ഇഷ്യൂ ആണ്. കാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ റോഡിൽ സ്ഥലമില്ല. റോഡ് മുഴുവനും, ഒന്നാമത്തെ കാര്യം കൊച്ചി അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ റോഡുകൾ, പിന്നെ റോഡിന്റെ അകത്ത് മുഴുവൻ കുഴിയായിരിക്കും, പിന്നെ വെള്ളം കെട്ടിക്കിടക്കും. ഇങ്ങനെ കാനകളിൽ നിന്ന് മണ്ണ് വാരി റോഡിലിട്ടുണ്ടാവും, കല്ല് പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു മോഡേൺ സൊസൈറ്റി വരുമ്പോൾ പാർക്കിംഗ് ലോട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എത്രയോ ദൂരം പാർക്ക് ചെയ്തിട്ട് ബാക്കി നടന്നു വരിക. അപ്പൊ ഈ പ്രശ്നങ്ങൾ സിവിലായിട്ടുള്ള സൊസൈറ്റിക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് വിധത്തിൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏത് വിധത്തിൽ ആ പ്രത്യേക സ്ഥലത്തെ ഗവൺമെന്റ് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവിടെയും രണ്ട് പരസ്പരം അവർ ഗാർഡ് ചെയ്ത് വേണം പോവാൻ. നിയമം ലംഘിച്ചോ ട്രസ്പാസ് ചെയ്യാൻ പാടില്ല. അതേസമയം ഗവൺമെന്റിന് അല്ലെങ്കിൽ വരുന്നവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. സാധാരണ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് അവര് എന്തെങ്കിലുമൊക്കെ വിധത്തില് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് ലോട്ടൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അവിടെ ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. അതായത് ബിസിനസ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ബിസിനസ്മാന്റെ അല്ലെങ്കിൽ ബിസിനസ് വുമന്റെ ഉദ്ദേശം. അപ്പോൾ വരുന്ന ക്ലയൻസിന് വേണ്ട സഹായ സഹകരണങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നു. ഇതേ ഫോർമാറ്റില് ഗവൺമെന്റും എല്ലാ സൊസൈറ്റിയിലെ എല്ലാ ജനതയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഇതിൽ കൂടെ ഞാൻ പരാമർശിക്കുന്നത്. ഇതിന്റെ റോളും സിഗ്നിഫിക്കൻസ് എന്താണ്? പബ്ലിക് ഗോൾസ്, അതായത് ആവശ്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷന് ഒരു ഗോൾ ഉണ്ടാവും. എന്താ ഗോള്? പ്രൊമോട്ട് ചെയ്യുക. അങ്ങനത്തെ ഗോളിന് എന്തായിരിക്കും നമ്മൾ പറയാ? നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾക്ക് കെട്ടാണ്ട്, ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നെങ്കിൽ ഞാൻ എങ്ങനെയാ എന്റെ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ പറ്റുക? നമ്മൾ പോകുന്നത് നിയമത്തിന്റെ വഴി കൂടി ആയിരിക്കും. അപ്പോൾ നിയമത്തിന്റെ വഴി കൂടി പോകുമ്പോൾ നമ്മൾ അഡ്വക്കേറ്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. അപ്പൊ കോടതിയിൽ നമുക്ക് എത്രത്തോളം സഹകരണങ്ങൾ കിട്ടുന്നോ, കമ്മ്യൂണിക്കേഷൻസ് കിട്ടുന്നോ, അവര് കോടതി നിശ്ചയിക്കും. ഓരോ കോടതി നിശ്ചയിച്ച് എത്രത്തോളം നിങ്ങളുടെ പ്രോബ്ലം ഏത് വിധത്തിൽ സോൾവ് ചെയ്യാന്നുള്ളതും അതിന്റെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡ്സ് വെച്ചിട്ടാണ് അവര് അതിന് ഒരു വിധി കൽപ്പിക്കുക.
അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. എലക്ഷൻ ആയാലും ശരി, എഡ്യൂക്കേഷണൽ പോളിസീസ് ആയാലും ശരി, മാസ് ആയിട്ടുള്ള മൊബിലൈസേഷൻ ആയാലും ശരി, സംസാരിക്കാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാളെ പറ്റി നമ്മൾ ഇതിനു മുമ്പത്തെ ലെസൺസിലൊക്കെ ഞാൻ പറഞ്ഞു, എൻവയറമെന്റൽ സ്റ്റഡീസ് ടൈമിലും എൻവയറമെന്റൽ സപ്പോർട്ട് ടൈമിലൊക്കെ വലിയ വലിയ മാസ് ഓർഗനൈസേഷൻസ്, അതായത് ആന്തോളൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടുള്ള വർക്കിനാണ് ആന്തോളൻ എന്ന് പറയാ, മാസ് മൂവ്മെന്റിന് പറയാ. എന്തുകൊണ്ട് നമ്മൾ ഡാം കെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മരം മുറിക്കാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ലെസൺസിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ള ആൾക്കാരും അവരുടെ ലീഡർഷിപ്പിൽ നമ്മൾ ചെയ്തു പോകുന്നു. അപ്പൊ എല്ലാവർക്കും, ഒരു ഇൻഡിവിജ്വൽ ആയാലും ശരി, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി, നിയമമായാലും ശരി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ്സ് സംസാരിക്കുക, പബ്ലിക് സ്പീക്കേഴ്സ് സംസാരിക്കുക, MLAs സംസാരിക്കുക, ഇതൊക്കെ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഗ്ലോബലൈസേഷൻ, ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ ഇതേ പ്രോബ്ലം വലിയ ലെവലിൽ ഗ്ലോബലായിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് വരുമ്പോഴും ഇതേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ലേബർ യൂണിയൻസ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അസോസിയേഷൻസ്, ഇവർക്കൊക്കെ അവർക്ക് ഇതേ പ്രോബ്ലംസിനെ അവരെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നാണ് ഗ്ലോബലി, അല്ലെങ്കിൽ ലോകം മുഴുവനും ഈ പ്രശ്നത്തിനെ നമ്മൾ കണ്ടുപിടിച്ചു വരുന്നത്. പല വിധത്തിലുള്ള ഓർഗനൈസേഷൻ, അമിസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻസ് ഒക്കെ വഴിയാണ് ഇന്റർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകതരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കും അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സും ഉണ്ട്. അപ്പൊ മൾട്ടി ഡയമെൻഷണൽ ലെവലിൽ ഒന്ന് മാത്രമല്ല, പല വിധത്തിലാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ വഴി നമ്മളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഒരു എൻവയറമെന്റോ അല്ലെങ്കിൽ പരിതസ്ഥിതിയോ പരിണാമമോ മാത്രമല്ല, എക്കോണമി നോക്കും, കൾച്ചർ നോക്കും, പൊളിറ്റിക്കൽ നോക്കും, ഇന്റർനാഷണൽ ഐഡിയാസ് നോക്കും, ഫ്രീ മാർക്കറ്റ് എങ്ങനെയുണ്ട്, എത്രത്തോളം ക്ലച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഈ ഗ്ലോബലൈസേഷനിൽ വരികയാണ്. ഇനി സിവിൽ സൊസൈറ്റിയും സോഷ്യൽ മൂവ്മെന്റ്സും ആയിട്ടുള്ള താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ, ഒരു കാരണവശാലും ഓർഗനൈസിങ് സ്കില്ലില്ലാത്തവർ ചെയ്തു വരുമ്പോൾ ഒരു ലൂസായിട്ടുള്ള കോയലേഷൻ ആണെങ്കിൽ അവിടെ നമുക്കത് അത്രത്തോളം റിസൾട്ട് കിട്ടാൻ കുറവായിരിക്കും. അതേമാതിരി തന്നെ ലേഡീസും ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതേമാതിരി ഇക്കോളജിക്കൽ പ്രോബ്ലംസ്, അതായത് റിലേറ്റഡ് വിത്ത് പരിതസ്ഥിതി, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇപ്പൊ ഇന്ന് 5 ദിവസത്തേക്ക് വലിയ മഴ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അതെന്താ വെച്ചാൽ ഒരു ചക്രവാക ചുഴി ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും, വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും. അത് മുഴുവനും എക്കോളജിക്കൽ മൂവ്മെന്റ്സിൽ വരുന്നതാണ്. ഇതേമാതിരി എല്ലാ ഫാമിലീസിലുമുള്ള പ്രശ്നങ്ങൾ, അത് പോവർട്ടി റിഡക്ഷൻ ആയാലും ശരി, അല്ലെങ്കിൽ ദരിദ്രമില്ലായ്മയായാലും ശരി, മനുഷ്യരുടെ രാശിയുടെ ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട്, കുട്ടികൾ എത്രത്തോളം ഉണ്ട്, അവരുടെ പഠിപ്പായാലും ശരി, ഇതിനൊക്കെ എല്ലാ സൊസൈറ്റിയിലും ജീവിക്കുന്ന ആൾക്കാർക്കും, അതേമാതിരി തന്നെ എല്ലാ സൊസൈറ്റിയിലും ഫങ്ഷനിങ് ചെയ്യുന്ന ഗവൺമെന്റിനും പരസ്പരം ഒരു ലിങ്ക് ഉണ്ട് എന്നർത്ഥം. ഇനി ഇന്ത്യൻ സൊസൈറ്റിയിൽ പറ്റി പരാമർശിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അർജന്റ് ആയിട്ട് നോക്കാനുള്ളത് നമ്മളുടെ അടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർ എന്ന് പറയാം, അവരുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എക്കോണമി എങ്ങനെ, ധനകാര്യം എങ്ങനെയാണ്, കോമൺ ആയിട്ട് വരുന്ന മതപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്, ഭാഷ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പല സൗത്ത് ഏഷ്യൻ കൺട്രികളുമായിട്ട് അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് ഫിസിക്കൽ ക്ലോസ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഇന്ത്യ അത്രയും വലിയ മഹാരാജ്യമായതുകൊണ്ട് പല രാജ്യങ്ങളുടെയും ബോർഡറിൽ നമ്മളുടെ ബോർഡർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നേരെ പറഞ്ഞ മതമായാലും ലാംഗ്വേജ് ആയാലും പരിതസ്ഥിതി ആയാലും ധനപരമായും എല്ലാത്തിനും ഇതിൻ്റെതായ കുറച്ച് കണക്ഷൻസ് ഉണ്ടാവും, അതിൻ്റെ റിയാക്ഷൻസും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടൈമും സേവ് ചെയ്ത്
എങ്ങനെ പബ്ലിക് ഇൻട്രസ്റ്റിൽ വേണ്ടിയിട്ടുള്ള പരിതസ്ഥിതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് മുഖാന്തരമോ അല്ലെങ്കിൽ മീഡിയ മുഖാന്തരമോ, ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വളരെ കാര്യമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുവഴിയൊക്കെ പെട്ടെന്ന് ആൾക്കാർ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പറ്റും. ഒരു ഒരു സാധാരണമായിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയുടെ ആക്സിഡന്റ് വന്നു, ആ കുട്ടിക്ക് ബ്ലഡിന്റെ ആവശ്യം വന്നു എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പബ്ലിക് മീഡിയയിൽ കൂടെ ബ്ലഡ് ഗ്രൂപ്പ് പാസ് ചെയ്യുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഇന്ത്യയിലും സഹായ സഹകരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഇത് ഞാൻ വെറുതെ ഈ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല. ചിപ്കോ മൂവ്മെന്റ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, നർമ്മദ ബച്ചാവോ, ഇതൊക്കെയാണ് മൂവ്മെന്റ്സ്. ഈ ഓർഗനൈസേഷൻസ് സൊസൈറ്റിനെ ബേസ്ഡ് അല്ലെങ്കിൽ ജനതയെ ബേസ് ചെയ്തിട്ടുള്ള സൊസൈറ്റി മൂവ്മെന്റ്സ് ഉണ്ടാക്കി. മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആന്തോളൻ, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കിൽ ഡിസ്കസ് ചെയ്യുകയും അതിനെ പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ പബ്ലിക്കിന്റെ ശ്രദ്ധ പറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച മൂവ്മെന്റ്സിന്റെ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മീഡിയന്റെ റോൾ, ഇന്ത്യയിലുള്ള മീഡിയന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അവരുടെ റോൾ എത്രയാന്ന് വെച്ചാൽ ഈ മീഡിയ മുഴുവനും അക്കൗണ്ടബിൾ ആണ് പബ്ലിക്കിന്. അത് പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ലീഡർ ആയിക്കോട്ടെ, അവര് ആ ജനതയ്ക്ക് ഉത്തരം പറഞ്ഞിരിക്കണം. അത് കാരണം അതിന് നമ്മൾ പല വിധത്തിൽ പറയുന്നു. നമ്മളുടെ ആദ്യത്തെ ഉദ്ദേശം നമ്മൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ജനങ്ങൾക്ക് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആണോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അത് ടെലിവിഷൻ ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ഉണ്ട്. ഈ പരസ്പര കോമ്പറ്റീഷൻ ഉണ്ട്. എത്രത്തോളം സത്യസന്ധത ആൾക്കാരിലേക്ക് എത്തിക്കാം. ഓരോ ടെലിവിഷൻ ഗ്രൂപ്പും അല്ലെങ്കിൽ ഓരോ റേഡിയോ ഗ്രൂപ്പും ട്രൈ ചെയ്യുന്നത് അവർക്ക് എത്രത്തോളം സത്യസന്ധത, മനുഷ്യരുടെ അകക്കണ്ണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അവർ ഷൂട്ട് ചെയ്തെടുത്തിട്ട് റിലേ ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ മീഡിയയുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ എത്രത്തോളം ക്ലിയർ ആയിട്ടും സത്യസന്ധമായിട്ടും വിത്ത് റെക്കോർഡ്, ഓൺ റെക്കോർഡിൽ എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമാണ്. ഇനി ഡെമോക്രസിയും സിവിൽ സൊസൈറ്റിയും തമ്മിലുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ ജനാധിപത്യവും സിവിൽ സൊസൈറ്റിയും. അങ്ങനെ ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഷർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ജനാധിപത്യം നന്നാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് സൊസൈറ്റിയിൽ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിനും അവർക്ക് പറയാൻ പറ്റുന്നതും അവർ പറയാൻ ഉദ്ദേശിക്കുന്നതും പറഞ്ഞ അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ് വഴി ആൾക്കാർക്ക് അവയർനെസ്, അറിവ് പകർന്നു കൊടുക്കാനും ഈ ഡെമോക്രസിയിൽ സിവിൽ സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പവറിൽ ഇരിക്കുന്ന മന്ത്രിമാരോ ആരെങ്കിലും ആണ്, ഗവൺമെന്റ് ആണെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ, ഹെൽത്തി ക്രിറ്റിസിസം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ പറ്റി അവരുടെ തെറ്റിനെ പരാമർശിക്കുക, എടുത്തു പറയുക, അതിന് സൊല്യൂഷൻ കൂടെ കൊടുക്കുക. അല്ലാണ്ട് കുറ്റം മാത്രം ചാർത്താനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഈ ഡെമോക്രസി ചെയ്യേണ്ടത്. നമ്മൾക്ക് പരാമർശിക്കാം, പക്ഷെ അതിന്റെ പരിണാമം അവർക്ക് ഒരു നെഗറ്റീവായിട്ട് വരാത്ത വിധത്തിൽ തെറ്റിനെ കറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. ഒരാളുടെ തെറ്റിനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ തെറ്റ് മാറ്റാൻ വേണ്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ തെറ്റായ വിധത്തിൽ എന്നെ എപ്പോ നോക്കിയാലും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നു, കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കണം. അതിനെ നല്ല വിധത്തിൽ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി ഇൻഫ്ലുവൻസും സിവിൽ സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഈ ഇൻഫ്ലുവൻസ്, ഓരോരുത്തർ പറയുന്നതും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലുവൻസിൽ കൂടെ നമ്മൾ അയ്യോ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവയർനെസ് തരുന്നുണ്ട്,
ഗവൺമെന്റ് അവയർനെസ് തരുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് COVID-19 കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു അവയർനെസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി അവയർനെസ് പ്രോഗ്രാം, മാസ്ക് ഇടാണ്ട് നടക്കരുത്, റോഡ് സൈഡിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിടിക്കും, ട്രാക്കിൽ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ അവിടുത്തെ ജനതയെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിപ്പിക്കുകയും ആ തെറ്റിനെ മാറ്റുകയും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് തെറ്റിലേക്ക് പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇൻഫ്ലുവൻഷ്യൽ ഈ വിധത്തിലുള്ള അവയർനെസ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത്. ആക്ടിവിറ്റീസ്, ഏതൊക്കെ വിധത്തിൽ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാം, ഹ്യൂമൻ ചെയിൻ ഉണ്ടാക്കാം, പബ്ലിസിറ്റി ഉണ്ടാക്കാം, സ്ട്രൈക്സ് ഉണ്ടാക്കാം, പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ ചെയ്യാം. ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ലോബി ആയിട്ട് ചെയ്യാം. അപ്പോ ഈ മീഡിയ ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, ന്യൂസ് റിലീസ്, ന്യൂസ് പേപ്പറിൽ കൊണ്ടുവരാം, ഫോട്ടോഗ്രാഫി വഴി കൊടുക്കാം, വീഡിയോ ടേപ്പിംഗ് എടുത്തു കൊടുക്കാം, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെയും ഇതിന്റെയൊക്കെ ഒരു സാരാംശമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പൊ ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇതിലൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് എന്നെക്കാട്ടിയൊക്കെ വളരെ സ്മാർട്ടാണ് അക്കാര്യങ്ങളിൽ. ഇപ്പൊ സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചാൽ കൂടിയും നമ്മൾ പരീക്ഷ COVID-19 വന്നപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കാനായിട്ട് ഈ മീഡിയ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഏത് മീഡിയ ആയാലും അതിന്റെ പോസിറ്റീവ്നെസ് എടുത്ത് ആ വിധത്തിൽ ഉപയോഗിക്കുക, അല്ലാണ്ട് അതിന്റെ നെഗറ്റീവ് സൈഡായിട്ട് കൊണ്ടുപോകാണ്ടിരുന്നാൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഈ ചാപ്റ്ററിന്റെ ഈ ലെസനോട്, ഈ ഭാഗത്തോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചാപ്റ്റർ 14 ആണ് വരുന്നത്. സിവിൽ സൊസൈറ്റിന്റെ ഓരോ ഓർഗനൈസേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും നമ്മൾ അടുത്ത ഓർഗനൈസേഷൻസ് എന്ന് വരുന്നത് സാർക്കാണ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ. സൗത്ത് ഏഷ്യ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാർക്കിന്റെ ഒരു ഗ്രൂപ്പ്, ഈ സൗത്ത് അസോസിയേഷൻ ഫോം ചെയ്തത് ഡിസംബർ 8 ധാക്കയിൽ വെച്ച് 1985. എന്തിനാ? ഏതൊക്കെ? ഇതിന്റെ സെക്രട്ടേറിയറ്റ് കാഠ്മണ്ഡു ആണ്. അപ്പൊ അവിടെ നമ്മൾ 8 മെമ്പർ സ്റ്റേറ്റ് ആണ് ഉള്ളത്. 8 മെമ്പർ സ്റ്റേറ്റും കൂടെ ഒരു ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പ്. കാരണം ഈ 8 മെമ്പർഷിപ്പിനും സ്ഥലങ്ങള്, അതായത് നമ്മളുടെ ബോർഡർ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. മാൽദീവ്സ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മാൽദീവ്സ്, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഈ 8 കൺട്രികളാണ് ഇതിന്റെ ഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസും സിമിലർ ആയിരിക്കും. അപ്പോൾ ആ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ആ സിമിലർ 8 രാജ്യത്തിലുള്ള തലവന്മാരെ മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് ഫോർമേഷൻ ഉണ്ടായത്. ഇനി ഇതിൽ നോക്കുമ്പോൾ സൗത്ത് ഏഷ്യയിലെ സാർക്കില് 3% വേൾഡിന്റെ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലും ചൈനയിലും ഇന്ത്യയിലും കൂടിയാണ്. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതേമാതിരി തന്നെ ഗ്ലോബൽ എക്കോണമിയും, പരിസ്ഥിതി മാത്രമല്ല നമ്മളുടെ ധനപരമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും, അല്ലെങ്കിൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും, അതേമാതിരി തന്നെ ലാൻഡ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏരിയകളും ഈ പറഞ്ഞ സൗത്ത് ഏഷ്യയിലാണ്. ഇതിന്റെ ഗ്രൂപ്പിലുള്ളവർ ഒരു കോമൺ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. കോമൺ ആയിട്ട് ഹിസ്റ്ററി ഷെയർ ചെയ്യുന്നുണ്ട്, ജോഗ്രഫിയും ഷെയർ ചെയ്യുന്നുണ്ട്. ജോഗ്രഫി ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ലാൻഡ്, ഫിസിക്കൽ ജോഗ്രഫി, ലാൻഡ് ഷെയറിംഗ് ആണ്, ബോർഡർ ഷെയറിംഗ് ആണ്, വെള്ളം ഷെയറിംഗ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പരാമർശിച്ച് പോയ ഭാഗങ്ങളാണ്. വാട്ടർ ഷെയറിംഗ്, വാട്ടർ ക്രൈസിസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ കാരണവശത്താൽ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് വെച്ചാല് കൾച്ചറലായിട്ടും സിവിലൈസേഷനായിട്ടും ഒരേ മാതിരിയുള്ള തിങ്കിങ് വരുന്നവരാണ്. അപ്പൊ ഒരേ മാതിരി തിങ്കിങ് വരുമ്പോൾ പ്രോബ്ലമും അവർക്ക് സെയിം ആയിരിക്കും. ഈ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? കൺട്രിയില് കോമൺ ട്രഡീഷൻ ഉണ്ട്,
കോമൺ ഫുഡ് ഐറ്റംസ് ഉണ്ട്, കോമൺ ഫുഡ് കൾച്ചർ ഉണ്ട്, അതേമാതിരി അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് സാർക്ക് കൺട്രികളിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ദരിദ്രം, പഠിപ്പില്ലായ്മ, മാൽന്യൂട്രീഷൻ, നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്, ആ രാജ്യത്തിന്റെ അകത്തുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ഇൻഡസ്ട്രിയൽ ആയിട്ടും ടെക്നോളജിക്കലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സൗത്ത് ഏഷ്യയും യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിക്കലി നമ്മൾ കുറച്ച് പിന്നാലെ ആയിരിക്കും. അതേമാതിരി തന്നെ GDP കുറവായിരിക്കും. സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂജ് പോപ്പുലേഷനാണ്. ഹ്യൂജ് പോപ്പുലേഷനും വാസ്റ്റ് കൺട്രിയും വിത്ത് നാച്ചുറൽ റിസോഴ്സസ്. ഇതിനെ നമ്മൾ ഏത് വിധത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രികളുമായിട്ട് നമ്മൾ എങ്ങനെ കടപിടിച്ച് നിൽക്കാൻ പറ്റും, ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള പ്രോഗ്രസ് നമ്മൾ എങ്ങനെ കൊണ്ടുവരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ ആണ് ഈ 8 കൺട്രികളിലും വെച്ചും ഇന്ത്യയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം അതിന്റെ സൈസ്, ഇന്ത്യയുടെ സൈസ്, ഭാരതത്തിന്റെ സൈസ്, പോപ്പുലേഷൻ, ഭരണഘടനയുടെ ഇവിടുത്തെ ആൾക്കാരുടെ നമ്പർ അത്രയും ഹ്യൂജ് ആണ്. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. എക്കോണമി, നമ്മളുടെ ധനപരമായ ടെക്നോളജി സുപ്പീരിയോറിറ്റി ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഇതിൽ മുന്നേ നിൽക്കുന്നു. ഇനി ഇതിന്റെ ചാർട്ടറും ഇതിന്റെ പ്രിൻസിപ്പിൾസും എന്തൊക്കെയാണെന്ന് പറയാം. ഈ ചാർട്ടറിൽ ഇതില് റിലേഷൻസിൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോ രാജ്യത്തെയുമുള്ള ഏഷ്യൻ കൺട്രീനെ ഇംപ്രൂവ് ചെയ്യുക, കണക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, മനുഷ്യൻ ടു മനുഷ്യൻ ഇംപ്രൂവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, എക്കണോമിക് ആയിട്ടുള്ള ധനപരമായ ഇന്റഗ്രേഷൻ കൊടുക്കുക, ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ്സിനുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുക, എത്രത്തോളം ക്വിക്കായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സാർക്ക് ഒരു ചാർട്ടർ ഡെവലപ്പ് ചെയ്തു. അതിന്റെ വർക്കിംഗ് എങ്ങനെ വെച്ചാൽ സോവറിനിറ്റി വേണം, ഇക്വാലിറ്റി വേണം, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി വേണം, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് വേണം, നോൺ ഇന്റർഫിയറൻസ് വേണം. അതായത് ഈ കൺട്രികൾ, ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ധാരണയിൽ ഒരു പരസ്പരം കേറി ഭരിക്കാണ്ട്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കൂടുതലില്ലാണ്ടും, അതേമാതിരി തന്നെ സോവറിനായിട്ടും ഈക്വൽ ആയിട്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അല്ലാണ്ട് വാറും പീസും അല്ല ഉദ്ദേശിക്കുന്നത്. ഡിസ്കഷൻസ് ചെയ്ത്, പരാമർശിച്ച്, ഡിബേറ്റ്സ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരത്തിൽ വന്നിട്ട്, അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസും ചാർട്ടറിലും വഴി അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ചാർട്ടർ ബോഡീസ് ആരൊക്കെയാന്ന് നോക്കാം. ഇതിൽ ചാർട്ടർ ബോഡീസിൽ വരുന്നത് ഒരു ഗ്രൂപ്പ്സ് ആണ്. ഓരോ കാര്യത്തിനും ഓരോ ഗ്രൂപ്പായിട്ട് അവർ സമ്മിറ്റിനെ ഉണ്ടാക്കി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാക്കി, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കി, പ്രോഗ്രാമിംഗ് കമ്മിറ്റി ഉണ്ടാക്കി, ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കി, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. കാരണം അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെലിഗേഷൻ ആണ്, വിഭജിച്ചു കൊടുക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം, പ്രോഗ്രാമിംഗ് കമ്മിറ്റി എന്ത് ചെയ്യണം, ടെക്നിക്കൽ കമ്മിറ്റി എന്ത് ചെയ്യണം, ആക്ഷൻ കമ്മിറ്റി എന്ത് ചെയ്യണം, വർക്കിനെ, അവരുടെ വർക്ക് ലോഡിനെ വിഭജിച്ചു കൊടുക്കുമ്പോൾ അവരവർക്ക് കിട്ടിയിട്ടുള്ള വർക്ക് അവർ നല്ല വിധത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അതാണ് സാർക്കിന്റെ ഉദ്ദേശം. ആ സമ്മിറ്റ് എന്ന് വെച്ചാൽ മീറ്റിംഗ് എന്ന അർത്ഥമാണ്. അതുവഴി നമ്മൾ എല്ലാ അസോസിയേഷനും ഒരുമിച്ച് കൂടി ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ള ജോലി വൃത്തിയായിട്ട് ചെയ്യുക. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ആ ഡിസ്കസ് ചെയ്ത ശേഷം അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ആ സൊല്യൂഷനാണ് ഈ ഡിക്ലറേഷൻ എന്ന് പറയാ. ഔട്ട്കം, ഡിസ്കഷന്റെ ഔട്ട്കം ആണ് ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ വരുമ്പോൾ എന്തൊക്കെ ഏത് വിധത്തിൽ ചെയ്യാം, ഡയറക്റ്റീവ്സ് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റ് എന്ത് ചെയ്യണം, ആൾക്കാർ എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഡിസിഷൻസും ഡയറക്ഷൻസും കൊടുത്തു വരുമ്പോൾ ഈ പ്രിൻസിപ്പിൾസിൽ കൂടെ ആണ് സാർക്ക് സമ്മിറ്റ് കൊണ്ടുപോകുന്നത്. അവർ മാക്സിമം എല്ലാം ബൈലാറ്ററൽ ഇഷ്യൂസ്, 2 രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനെയൊക്കെ ഒരു വിധത്തിൽ സൊല്യൂഷൻ കൊടുത്ത് കൊണ്ടുപോകാനാണ് ഈ ഡിക്ലറേഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏരിയാസ്, ഏതൊക്കെ ഏരിയ വിധം കോപ്പറേറ്റ് ചെയ്ത് പോകണം,
ആക്ഷൻ, റീജിയണൽ പ്രോഗ്രാം ഓഫ് ആക്ഷനും പ്രോഗ്രാമും നമ്മൾ ഒന്ന് ഉദ്ദേശിക്കുന്നു വേറൊന്ന് ആക്ഷനിൽ കൊണ്ടുവരാൻ പാടില്ല. കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആക്ഷനാണ് സാർക്ക് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷി കാര്യങ്ങൾ, റൂറൽ ഡെവലപ്മെന്റ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ഹെൽത്ത്, പോപ്പുലേഷൻ കൺട്രോൾ, ഈ പരിപാടികളെല്ലാം ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലാം ഒരേ വിധത്തിൽ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇംപ്രൂവ് ചെയ്യാനും എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ കാര്യങ്ങൾ വെച്ച് നടത്തിക്കൊണ്ടു പോവാനും ഇതിനെയൊക്കെയാണ് നമ്മൾ ഏരിയാസ് അവരെ കോർപ്പറേഷൻ വഴി അല്ലെങ്കിൽ ഒപ്പം ഒരുമിച്ച് നിന്ന് പരസ്പരം സഹായ സഹകരണങ്ങളോടുകൂടി കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇന്ത്യൻ എക്കോണമി നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ്സ് നടത്തുന്നത്. സമ്മിറ്റും ഔട്ട്കമും, എത്ര സമ്മിറ്റ് നടന്നിട്ടുണ്ട്, ആ സമ്മിറ്റും എവിടെ വെച്ച് നടന്നു, അതിന്റെ ഇഷ്യൂ എന്തായിരുന്നു, അതിന്റെ റിയാക്ഷൻ എന്തായിരുന്നു. 85 ധാക്കയിലാണ് ഫോർമേഷൻ വരുന്നത്. യുനാനിമസ് ആയിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തു. ആദ്യം 85 സാർക്ക് ഫോമായി. ആദ്യത്തെ സെക്കൻഡ് സമ്മിറ്റ് നടന്നത് ബാംഗ്ലൂരിൽ 1986. അതിനുശേഷം ഇവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തത് പെർമനന്റ് സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നു. ആ പെർമനന്റ് സെക്രട്ടേറിയറ്റ് വഴി എല്ലാവർക്കും കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനാണ് ഈ പെർമനന്റ് സെക്രട്ടേറിയറ്റിന്റെ വർക്ക്. ഇനി അടുത്ത സമ്മിറ്റ് നടക്കുമ്പോഴത്തേക്കും മെമ്പർ സ്റ്റേറ്റ്സിന് അലോ ചെയ്തു. അവർക്ക് വേണ്ട വിധത്തിലുള്ള ടെറിട്ടറീസ് പറഞ്ഞു കൊടുക്കുക. അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒരു കാരണവശാലും വേറെ സ്റ്റേറ്റിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ലീഡേഴ്സിന്, എല്ലാ ലീഡേഴ്സും കോപ്പറേറ്റ് ചെയ്തു. അവർ കോപ്പറേറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് ഒരു ടെററിസത്തിനെ ഈ ഭാഗത്ത്, ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് മാറ്റണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഇപ്പൊ 3ാമത്തെ സമ്മിറ്റ് നടക്കുന്നത് കാഠ്മണ്ഡുവില് 1987. അവര് ഉദ്ദേശിച്ച ആ സമ്മിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മുഴുവനും എങ്ങനെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഈ പ്രോഗ്രസ് കൺസോളിഡേഷൻ ചെയ്ത് നമുക്ക് കൺട്രികളെ എങ്ങനെ പ്രോഗ്രസീവ് ആക്കാം. 4ാമത്തെ സമ്മിറ്റ് നടന്ന് ഇസ്ലാമാബാദില് 1988. അവിടെ ഡിസ്കഷൻ ചെയ്തതും ഡ്രഗ് അബ്യൂസും ഡ്രഗ് അഡിക്ഷനും അല്ലെങ്കിൽ ഡ്രഗിന്റെ കാര്യങ്ങളും ടെററിസവും പറ്റി എത്രത്തോളം ഈ ഇതിനെ നിർത്താൻ പറ്റുന്നുള്ളതിനെ പറ്റിയായിരുന്നു ഡിസ്കഷൻ. ഈ ലീഡേഴ്സ് എല്ലാവരും കൂടി അതിനെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് റിസർവ് കമ്മിറ്റി ഉണ്ടാക്കുകയും എമർജൻസി ആയിട്ടുള്ള ഫുഡ് സിറ്റുവേഷൻസ് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ ഓരോ സമ്മിറ്റിലും നമ്മുടെ ലീഡേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത് അവര് അതിലേക്ക് ഒരു ഒരുമയോടെ ഒരു ആൻസറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അത് ഔട്ട്കം നന്നാവുക. ഇനി ഇതിന്റെ ഔട്ട്കമിൽ 5ാമത്തെ സമ്മിറ്റ് നടന്നത് മാൽഡീവ്സില് 1990. ഇവിടെ എടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാല് കോട്ടേജ് ഇൻഡസ്ട്രിയും ഹാൻഡിക്രാഫ്റ്റ്സും ഒരുമിച്ച് കൊണ്ടുപോകാം. ഓരോ രാജ്യവും അവനവന് വേണ്ടത് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൊണ്ടുപോകാം. 6ാമത്തെ സമ്മിറ്റ് നടന്നത് കൊളംബോയില് 1991. അവിടെ പറഞ്ഞു ലിബറേറ്റ് ട്രേഡ്, അവനവന്റെ രാജ്യത്തിലുള്ള ബിസിനസ്സിന്, ട്രേഡിന് കൂടുതൽ കോപ്പറേഷനോടുകൂടിയും കൂടുതൽ ഇന്ററാക്ഷൻ, പരസ്പരം മെമ്പർ സ്റ്റേറ്റ്സ് തമ്മിൽ ഇന്ററാക്ഷൻ ചെയ്യുകയും അത് മാത്രമല്ല ഈ ടെററിസത്തിനെ അടച്ചൊതുക്കാനായിട്ട് കോപ്പറേഷൻ ചെയ്യണം, നമ്മൾ വേണ്ട ആക്ഷൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ആ സമ്മിറ്റിന്റെ ഉദ്ദേശം. 7ാമത്തെ സമ്മിറ്റ് ധാക്കയിൽ നടന്നു 1993. അവിടെ വന്നിട്ട് നമ്മൾ എടുത്തത് ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ്. സപ്ത എന്നാണ് പേര്, സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ്. ഇവിടെ എന്താ, ലിബറലൈസേഷൻ ഓഫ് ട്രേഡ്, ബിസിനസിന്റെ കാര്യങ്ങളിൽ ഒരു ലിബറലൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. 8ാമത്തെ സമ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിൽ 1995. ഇവിടെയും ഓപ്പറേഷൻസ് കൊണ്ടുവന്ന സമ്മിറ്റും ഡിസംബർ 8 1995 ഇന്ന് നടക്കുകയും ഇവര് ഡൽഹിയിൽ വെച്ച് കാര്യമായിട്ട് സാർക്ക് സമ്മിറ്റ് നടക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ ഔട്ട്കമ്മില് 9ാമത്തെ സമ്മിറ്റ് നടന്നത് മാലയിൽ അഗൈൻ 1997. അവിടെ വന്നത് കോപ്പറേഷൻസ്, നമ്മളുടെ സബ് റീജിയനിലെ കോപ്പറേഷനും അവരെ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തത്. 10ാമത്തെ സമ്മിറ്റ് നടന്നത് കൊളംബോയില് 1998. ഇവിടെ ഓർഗനൈസേഷൻ സാർക്കിന്റെ പൊസിഷൻ WTO
എൻകറേജ്മെന്റ് കൊടുക്കുക. സാധാരണ രാജ്യം കൂടാണ്ട് സബ് റീജിയൻ അതിന്റെ താഴെ വരുന്ന റീജിയനിലും കോപ്പറേഷൻ കൊടുക്കുക. 11ാമത്തെ സമ്മിറ്റ് നടന്നത് കാഠ്മണ്ഡു 2002. ഇവിടെ റിസോർട്ട് ചെയ്തത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിലെ സെക്യൂരിറ്റി കൗൺസിൽ വഴി 1373 സെപ്റ്റംബർ 28, 2001 ഒരു പ്രിവെൻഷൻ കൊണ്ടുവരാനുള്ള കോൾ ഉണ്ടായിരുന്നു. സപ്രസ് ചെയ്യണം, ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ സപ്രസ് ചെയ്യണം, ക്രിമിനൽ ആക്ടിവിറ്റീസിനെ സപ്രസ് ചെയ്യണം, അവർക്കുള്ള ഫണ്ടിങ്ങിന് എവിടെ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഫണ്ട് വരുന്നോ, ഇംഗ്ലണ്ടിൽ നിന്ന് ഫണ്ട് വരുന്നോ, അതിനെ നിർത്തണം. എല്ലാവിധ ആക്ടിവിറ്റീസും ഓർഗനൈസിങ്ങിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയൊക്കെ നിർത്തുക എന്നുള്ളതായിരുന്നു ഈ സമ്മിറ്റിൽ നടന്ന ഡിസ്കഷൻസും അതിന്റെ ഔട്ട്കമും. ഇനി 12ാമത്തെ സമ്മിറ്റ് നടന്നത് ഇസ്ലാമാബാദിൽ 2004. ഇവരെ ഉദ്ദേശിക്കുന്നത് റീജിയണൽ ആയിട്ടുള്ള കോപ്പറേഷൻ എഗെയിൻസ്റ്റ് എന്തിനാണ്? ദാരിദ്ര്യം മാറ്റുക, ടെററിസം നിർത്തുക. 13ാമത്തെ സമ്മിറ്റ് നടന്നത് ധാക്കയില് 2005. ഇവിടത്തെ ഉദ്ദേശം എലിവേറ്റ് പോവർട്ടി അഗെയിൻ 12ലുള്ള ദരിദ്രത്തിനെ മാറ്റുക എന്നുള്ളതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരികയാണ്. 14ാമത്തെ സമ്മിറ്റ് 2007 നടക്കുന്നത്. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് വരുന്നത്. ഫുഡ് ബാങ്കും സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റീസും. 15ാമത്തെ സമ്മിറ്റ് നടന്ന 2008 കൊളംബോയിൽ വെച്ച് ഫുഡ് അഡോപ്ഷൻ ഡിക്ലറേഷൻ ഓഫ് ഫുഡ് സെക്യൂരിറ്റി, ആരോഗ്യത്തിന് കഴിക്കുന്ന ഫുഡിനുള്ള സെക്യൂരിറ്റി സമ്മിറ്റും. ഇങ്ങനത്തെ സമ്മിറ്റ് നടന്ന് ഒരു 16ാമത്തേത് നടക്കുന്നത് തമ്പൂലാണ്. ഇവിടെ ഹാപ്പി ഗ്രീൻ അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 17ാമത്തെ സമ്മിറ്റ് 2001 മാൽദീവ്സിൽ നടന്നു. 18ാമത്തെ സമ്മിറ്റ് നടന്നത് കാഠ്മണ്ഡുവിലാണ് 2014. അതിനുശേഷം ഈ സമ്മിറ്റ് നടക്കാൻ സാധ്യതകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി റീജിയണൽ സെന്റേഴ്സ്, ഈ ഏരിയന്റെ ഒക്കെ താഴെ വരുന്നതാണ് റീജിയണൽ കോപ്പറേഷൻസ്. അതും ചെറിയ വിധത്തിലുള്ള ഓർഗനൈസേഷനൊക്കെ ഉണ്ടാക്കി സാക്ക് എന്ന് പറഞ്ഞ സാക്ക് അഗ്രികൾച്ചറൽ സെന്റർ, ധാക്ക സാക്ക് അഗ്രികൾച്ചർ സെന്റർ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് റീജിയണൽ വൈസ് ഒരു അഡോപ്ഷന്, റീജിയണൽ വൈസ് സഹായ സഹകരണം കൊടുക്കാനും അവരെ കൊണ്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതേമാതിരി തന്നെ എനർജി സെന്റർ, ഏതെങ്കിലും സാർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് എനർജി എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വിധത്തിൽ എനർജി, ഫാസ്റ്റ് എനർജി നമുക്ക് ഉണ്ടാക്കാം, യൂസിങ് ദ സോളാർ, യൂസിങ് ദ വേവ്, യൂസിങ് ദ ടൈഡ് വേവ്സ്, ഇങ്ങനെയൊക്കെ എല്ലാവിധ എക്സ്പേർട്ട് സഹായ സഹകരണങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതേമാതിരി തന്നെ കൊളംബോയില് 2009 ഒരു പ്രൊമോഷൻ, കൾച്ചറൽ ഇന്റഗ്രേഷൻ, കൾച്ചറൽ ഡയലോഗ്, കൺസർവേഷൻ, അതാത് രാജ്യങ്ങളിലുള്ള അവനവന്റെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യുക, കൺസർവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്യൂബർകുലോസിസിനെ പറ്റിയും HIV എയ്ഡ്സിനെ പറ്റിയും നമ്മൾ കാഠ്മണ്ഡുവില് ഡിസ്കസ് ചെയ്തു 1992. അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വരാണ്ടിരിക്കാൻ തടുക്കാൻ പറ്റും, അതിനുവേണ്ടി റിസർച്ച് നടത്തുക, കപ്പാസിറ്റി ഉണ്ടാക്കുക, അതിനുവേണ്ടിയുള്ള മെഡിസിൻസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ റീജിയണൽ സെന്റേഴ്സിന്റെ വർക്ക്. ഇനി ഇത് കൂടാണ്ടുള്ള റീജിയണൽ സെന്റേഴ്സ് വഴിയുള്ള വർക്കുകളാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡൽഹിയില് റീഎസ്റ്റാബ്ലിഷ് ചെയ്തു 2016. അതേമാതിരി തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ന്യൂഡൽഹി വൺസ് അഗെയിൻ വന്നു. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ധാക്കയിൽ വന്നു. ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഭൂട്ടാനിൽ കൊണ്ടുവച്ചു. കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് മാൽദീവ്സ് രാജ്യങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. ഈ റിസ്ക് എത്രത്തോളം റിസ്ക് കുറയ്ക്കാൻ പറ്റും, എത്രത്തോളം സയൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും, എത്രത്തോളം കപ്പാസിറ്റി നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്കാൻ പറ്റും എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി PF ഒബ്സർവേഴ്സ്, ഇതിന്റെ പ്രോഗ്രാംസിന്റെ ഒക്കെ ഓരോ ഒബ്സർവേഴ്സ് ഉണ്ട്. ഗൈഡ് ലൈൻസ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യുമ്പോൾ ഒബ്സർവേഴ്സ് വയ്ക്കും. അവരുടെ കാര്യങ്ങള് ഈ 9 കൺട്രികളാണ് ഒബ്സർവേഴ്സ് ആയിട്ട് വരുന്നത്. ഓസ്ട്രേലിയ, ചൈന, ഇറാൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, മൊറീഷ്യസ്, മയൻമാർ, USA ആൻഡ് ദ യൂറോപ്യൻ യൂണിയൻ. ഇവര് ഒബ്സർവ് ചെയ്യും നമ്മള്. അപ്പൊ ഒബ്സർവേഴ്സ് അവർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഇൻക്ലൂഡിങ് അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്, സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. 2014 കാഠ്മണ്ഡുവിലുള്ള ഡിക്ലറേഷനിൽ ഈ ഒബ്സർവേഴ്സിന്റെ റിസൾട്ട് പ്രൊഡക്റ്റീവ് ആണോ, ഡിമാൻഡ് ഡ്രിവൺ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു
കൊണ്ടുവന്നു. ഇനി സപ്ത ആൻഡ് സപ്ത, ഇത് പ്രിഫറൻഷ്യൽ ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റിയുള്ളതാണ് സപ്ത. ഇത് 1993 ധാക്കയിൽ ഫോർമേഷൻ ചെയ്തു. ഇതിലെവിടെ എന്താ ബേസിസ് ലിബറേഷൻ പോളിസീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ട്രേഡ് റിലേഷനില് ട്രേഡ് ലിബറേഷൻ പോളിസി അല്ല. 1995 ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2004 വേറൊരു സമ്മിറ്റ് ഇസ്ലാമാബാദിൽ നടത്തി. അവിടെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യും. ഇക്കണോമിക് ഏത് തരത്തിൽ നമ്മൾക്ക് ഇന്റഗ്രേഷൻ കൊണ്ടിരിക്കാൻ പറ്റുന്നുള്ളതാണ് വരുന്നത്. 2006 ഇത് അഗെയിൻ റെഡ്യൂസ് ടാരിഫ്, ഓരോ ബിസിനസിന് ടൈം ബൗണ്ട് ടാരിഫ് എന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ പറയുന്ന അതിന്റെ ചാർജസ്, അതിനാണ് ടാരിഫ് എന്ന് പറയാം. ടാരിഫിന്റെ ഡിസ്കഷൻസ് നടന്നു. ഇനി ഈ ഇത്രയും കാര്യങ്ങൾ സാർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് സൗത്ത് ഏഷ്യൻ കൺട്രികളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അവരെ കൊണ്ട് പരസ്പരം നിങ്ങൾ എത്രത്തോളം നല്ല വിധത്തിൽ പീസ്ഫുൾ ആയിട്ടും പ്രൊമോട്ട് ചെയ്തും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കിയിട്ടാണ് നമ്മൾ സാർക്കിനെ കാണുന്നതും അതിന്റെ വർക്കിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒപ്പം എല്ലാ രാജ്യങ്ങളും ഈ സാർക്ക് സമ്മിറ്റിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഒപ്പം പുരോഗതിയിലേക്ക് പോകും എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ടുള്ള ചാപ്റ്ററിലേക്ക് ഞാൻ പോവാണ്. 15 ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് നിങ്ങളുടെ. ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൗത്ത് ഏഷ്യൻ സൊസൈറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ്. ആ പ്രോഗ്രസ് ഡീകോളനൈസേഷൻ തുടങ്ങിയപ്പോൾ 1940 മുതൽ ഈ സൗത്ത് ഏഷ്യ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോംപ്ലക്സ് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് ഇവിടെ പ്രധാനം. സെക്യൂരിറ്റി ഇഷ്യൂ കോംപ്ലക്സ് ആയിരുന്നുകൊണ്ടും ഇവിടെ കൂടുതലായിട്ടുള്ള പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടും ഗവൺമെന്റിന്റെ കൺട്രോൾ കുറച്ച് കുറയുന്നതുകൊണ്ടും സെക്യൂരിറ്റി ഇഷ്യൂസ് വളരെ ടൈറ്റ് ആണ്. അപ്പോൾ അതിനെയാണ് ഈ നമ്മൾ ഈ ചാപ്റ്റർ കൂടെ ഇതിൽ പരാമർശിച്ചു പോകുന്നത്. അപ്പൊ എന്തൊക്കെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളെ ഈ കോൺസെപ്റ്റിനെ, അതായത് സെക്യൂരിറ്റീനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു സെക്യൂരിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് മിലിറ്ററി വിധത്തിൽ ഒരു രാജ്യത്ത് അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് സ്ട്രോങ് അല്ലെങ്കിൽ അവിടെ പൊളിറ്റിക്കലായിട്ടും ടെറിട്ടോറിയലായിട്ടും അല്ലെങ്കിൽ അവിടെ പ്രോബ്ലംസ് കൂടുതലുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് സെക്യൂരിറ്റീനെ നമ്മൾ കൺട്രോൾ ചെയ്യുക? മിലിറ്ററി സ്ട്രാറ്റജി ടേംസ് ആണ്. മിലിറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ചെയ്യുക. നമ്മളിപ്പോ ഈ August 15 വരുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ഇഷ്യൂസ് ടൈറ്റൻ ചെയ്യും. കാരണം അങ്ങനത്തെ നാഷണൽ ഹോളിഡേസ്, നാഷണൽ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ആൾക്കൂട്ടം വരും. ഈ കൂടുതൽ ആൾക്കൂട്ടം വരുമ്പോൾ അവിടെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി അലേർട്ട് ആകും. സെക്യൂരിറ്റി ബോർഡർ സെക്യൂരിറ്റി, അതുമാതിരി ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, ഇവരൊക്കെ അലേർട്ട് ആവും. ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ചുമതലയാണ് ഇതൊക്കെ കാര്യങ്ങൾ വളരെ ദൃഢമായിട്ടും ദീർഘവീക്ഷണത്തോടെ ആൾക്കാർക്ക് വേണ്ട സെക്യൂരിറ്റി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ അനാവശ്യമില്ലാണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മരണപ്പെടുക. അപ്പോ ഇമാൻ ബിലാമി പറയുന്നത് ആ റിലേറ്റീവ്ലി ഫ്രീഡം ഫ്രം വാർ അല്ലെങ്കിൽ ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ഡിഫീറ്റിന് കോൺസിക്വൻസ് കണ്ടുകൊണ്ട് നമ്മൾ അത് നടക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ മെഡിക്കൽ അറ്റാച്ച്മെന്റ് പറയുന്ന മാതിരി നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. നമ്മൾ വരാണ്ടിരിക്കാൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മാതിരി, അസുഖങ്ങൾക്ക് വരാണ്ടിരിക്കാൻ നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്ന മാതിരി പ്രിക്കോഷൻസ് എടുക്കുക. സ്ട്രാറ്റജി നമ്മൾ ഏത് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ നമുക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഇവിടെ 2 ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട് സെക്യൂരിറ്റിയിൽ. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെ? കൺവെൻഷണൽ മെത്തേഡിലാണോ നോൺ കൺവെൻഷണൽ മെത്തേഡാണോ? ഓക്കെ, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡെമോക്രറ്റ്, ഏത് വിധത്തിലുള്ള സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഡെമോക്രറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാതിരി ജനാധിപത്യമായിക്കോട്ടെ, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള മിലിറ്ററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള ഭരണഘടനയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതൊന്നും അല്ല പ്രോസസ്സ്. ഏത് വിധേയനും
ഡെമോക്രസി ആയാലും ജനാധിപത്യമായാലും മിലിറ്ററി ഭരണമായാലും രാജവാഴ്ചയായാലും അവിടുത്തെ സബ്ജക്ട്സിന്, അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ ജീവഹാനി വരാത്ത വിധത്തിൽ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു വിധത്തിലും സെക്യൂരിറ്റി ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും സെക്യൂരിറ്റി ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. കാരണം നാളെ ഒരു പ്രശ്നം വന്ന ശേഷം പറയുന്നതിനെക്കാട്ടിൽ ഭേദം വരാണ്ട് തടുക്കുക. 2 ഫീച്ചേഴ്സ് ഉണ്ട് സെക്യൂരിറ്റിയിൽ. ഈ 2 ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വിധത്തിലുള്ള പൊസിഷൻസും കപ്പാസിറ്റി, ഒരു സ്റ്റേറ്റിന് ഏത് വിധത്തിൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെക്യൂരിറ്റി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്, റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ സെക്യൂരിറ്റിനെ നമ്മൾ ഏത് വിധത്തിൽ എടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ലാബ്സ് ആയിരുന്നു ഇത്രത്തോളം നിങ്ങൾക്ക് ഇത്രയും ജനാധിപത്യവും ഇത്രയും ടെററിസം ഉണ്ടായിട്ട് കൂടെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വധമോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിന്റെ അസാസിനേഷനോ ചെറിയൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഇഷ്യൂ ആയിരുന്നില്ലേ? വേൾഡ് ലീഡേഴ്സിനെ പറ്റി വേൾഡ് ലീഡേഴ്സിന്റെ ഒരു ജീവിതത്തിന് ഹാനി വരുന്ന വിധത്തിൽ ഒരു ഇൻസിഡന്റ് ഇവിടെ തന്നെ നടന്നിരിക്കുമ്പോൾ അപ്പൊ എത്രത്തോളം സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വയസ്സായ ഒരു ലേഡി വരുമ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അന്ന് അവരുടെ ദിനചര്യ ആയിരുന്ന അവരുടെ മിലിറ്ററി ഗാർഡ്സ് ആണ് അവരെ ഷൂട്ട് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ 2 പേരും ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് പ്രായമായ ഒരു സ്ത്രീയുടെ നെഞ്ചിലേക്കാണ് ബുള്ളറ്റുകൾ കയറ്റി വിട്ടത്. അപ്പോൾ നമ്മളുടെ സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം പോരാ, നടപ്പിൽ കൊണ്ടുവരണം. എത്രത്തോളം ആരെയും എത്ര വിശ്വാസമുള്ള സെക്യൂരിറ്റി ഗാർഡ് ആയാലും ശരി, നാളെ അവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റും എന്നുള്ളതിന്റെ ഉദ്ദേശം അതാണ്. അതേമാതിരി രാജീവ് ഗാന്ധിയുടെ കേസിലായ ശരി, ഇങ്ങനത്തെ പൊളിറ്റിക്കൽ അസാസിനേഷൻ നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ടൈറ്റൻ ചെയ്യണം. അതേമാതിരി പല വിധത്തിലുള്ള ഡ്രഗ്സ് കൊണ്ടുവരുന്നുണ്ട്, എൻവയറമെന്റൽ ഇഷ്യൂസ് കൊണ്ടുവരുന്ന ബ്ലാസ്റ്റ് ചെയ്യുന്നില്ലേ? ബോംബെയിൽ നടന്നില്ലേ ബ്ലാസ്റ്റിംഗ്, നടന്നില്ലേ പാർലമെന്റിൽ ബ്ലാസ്റ്റിംഗ് നടന്നില്ലേ? ടെററിസത്തിന്റെ ആക്ടിവിറ്റീസിനൊക്കെ സെക്യൂരിറ്റിന്റെ വീഴ്ചയല്ലേ അതിനുള്ള കാരണങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരാമർശിച്ചതിന്റെ അർത്ഥം. ഇനി നോൺ മിലിറ്ററി ഇഷ്യൂസ് നോക്കുമ്പോൾ, മിലിറ്ററി അല്ലാത്ത സെക്യൂരിറ്റി ഇഷ്യൂസ് വരുമ്പോൾ ജോലി ഇല്ലായ്മ വരിക, ഫുഡിന്റെ ഇല്ലായ്മ വരിക, മൈഗ്രേഷൻ വരിക, ഒരു സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകുക, അണ്ടർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, സ്മോൾ ആംസ്, പല ചെറിയ തരത്തിലുള്ള ആംസ് മാറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതുമാതിരി ഡ്രഗ്സ് ബോർഡറിൽ നിന്ന് അടുത്ത ബോർഡറിൽ നിന്ന് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ വളരെ കാര്യമായിട്ട് നമ്മൾ ഡ്രഗിനെ പറ്റിയിട്ടുള്ള ദിവസവും പേപ്പറിൽ കാണുന്നുണ്ട്. ഈ ഡെവലപ്പ് ചെയ്ത് വരുന്നോണ്ടിരുന്ന കൺട്രികളിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടുതലായിട്ട് വരുന്നത്. നോൺ മിലിറ്ററി എന്ന് വെച്ചാൽ മിലിറ്ററി ആയിട്ടുള്ള യൂസ് മാത്രമല്ലല്ലോ, ഒരു ജനസമൂഹത്തിന്റെ സമാധാനം കെടുത്താനും അവരുടെ ജീവിത ദിനചര്യകൾ മാറ്റാനും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഗവൺമെന്റ് ആണ് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ടത്. കോംപ്രിഹെൻസീവ് സെക്യൂരിറ്റി എന്താന്ന് വെച്ചാല്, ഈ കോംപ്രിഹെൻസീവ് സെക്യൂരിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ദിനചര്യകളും എൻവയറമെന്റും അല്ലെങ്കിൽ പരിസ്ഥിതിയും ഇക്കോണമിയും അല്ലെങ്കിൽ അവരുടെ ധനകാര്യ കാര്യങ്ങൾ, ഇതിനെയൊക്കെ പോസ്റ്റ് വാർ ടൈമിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്റർ സ്റ്റേറ്റ് വാർ നടന്നിരുന്നു, പരസ്പര വാർ നടന്നിരുന്നു, പരസ്പരം കോൾഡ് വാർ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ട് അതൊക്കെ ഒന്ന് നിർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നത്തെ നമ്മൾ കോംപ്രിഹെൻസീവ് സെക്യൂരിറ്റിയിൽ കൊണ്ടുവരുന്നത് ഡിസീസാണ്, അസുഖങ്ങൾ, ഫുഡില്ലായ്മ, ഹങ്കർ, ജോലിയില്ലായ്മ, ക്രൈം, സോഷ്യൽ കോൺഫ്ലിക്റ്റ്, പരസ്പരം ആൾക്കാര് വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാകുക, പൊളിറ്റിക്കലായിട്ട് ഇൻഫ്രമെന്റൽ, പരിസ്ഥിതിയിൽ കൂടെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ കോംപ്രിഹെൻസീവ് സെക്യൂരിറ്റിയിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മുഹമ്മദ് അയ്യൂബ്സിന്റെ വ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റിനെ പറ്റി പല വിധത്തിലുള്ള വണറബിലിറ്റി ഉണ്ട്, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ഈ പൊട്ടൻഷ്യാലിറ്റിനെ എപ്പോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നോ, വീക്കൻ ചെയ്യാൻ പറ്റുന്നോ, സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ പോകും. അങ്ങനെ വരുമ്പോൾ ടെറിട്ടറിയിലും
ഇൻസ്റ്റിറ്റ്യൂഷണലും ഗവൺമെന്റിന്റെ റെഷീംസ് വളരെ കാര്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഈ പ്രോസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കോംപ്രിഹെൻസീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റീസൺ പറയുന്നുണ്ട്. ഒന്ന്, ട്രഡീഷണൽ ആയിട്ടുള്ള ബൗണ്ടറീസ്, സ്റ്റേറ്റിന്റെ ബൗണ്ടറീസ്, അതേമാതിരി ഡിഫൻസ് എത്രത്തോളം ത്രെട്ട് മിലിറ്ററിക്കും ഓർ നോൺ മിലിറ്ററിക്കും വരുന്നുണ്ട്. രണ്ടാമത്, അവിടുത്തെ ജനതയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡയറക്റ്റ് വിക്ടിംസ്. അതുകൊണ്ട് നമുക്ക് പല പ്രാവശ്യം കാണാൻ പറ്റും, ഈ ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ അവര് കോമൺ ആയിട്ടുള്ള ആൾക്കാരെയാണ്, ഒരു കാരണവശാലും ഇതിൽ സംബന്ധമില്ലാത്ത ആൾക്കാരെയാണ് അവര് വധിക്കുന്നതും അല്ലെങ്കിൽ അവര് ബ്ലാസ്റ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നതും. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്തു? അപ്പൊ ഇതിനെ, ഈ ലെവലിലുള്ള അറ്റാക്കിനെയൊക്കെ കുറയ്ക്കാൻ നോക്കണം. 4 കോണ്ടെസ്റ്റ് ആണ് സെക്യൂരിറ്റി ഡൈനാമിക്സിന് പറഞ്ഞിട്ടുള്ളത്. ഇതില് 4ാമത്തത് ജിയോ സ്ട്രാറ്റജിക്, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യോ കൾച്ചറൽ. ജിയോ സ്ട്രാറ്റജിക്സ് എന്ന് പറയുമ്പോൾ ആ റീജിയൻ വൈസ്, വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സദേൺ ഏഷ്യ, ജിയോഗ്രഫിക്കലി സ്ട്രാറ്റജിക് പൊസിഷൻസിനെ അവിടെ ടൈറ്റൻ ചെയ്യണം. രണ്ടാമത് പൊളിറ്റിക്കൽ ആയിട്ട് നോക്കുമ്പോൾ, പൊളിറ്റിക്കൽ കോൺട്രാക്ട്സിൽ നോക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ്, പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഗവൺമെന്റ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്. പാർലമെന്ററി സിസ്റ്റം ഉണ്ട്, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ട്, അതോറിറ്റേറിയൻ ഉണ്ട്, റിലീജിയസ് എമിറേറ്റ്സ് ഉണ്ട്. അത് നോക്കുക. അതുമാതിരി തന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ പല വിധത്തിലുള്ള ഗവൺമെന്റ് ആണ് അവർ ഫോളോ ചെയ്ത് വരുന്നതിൽ കൂടിയും. ആ ഭൂട്ടാനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ട്. മൊണാർക്ക് അല്ലെങ്കിൽ രാജാവുണ്ട്, പക്ഷെ ഭരണഘടനയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുക. മാൽദീവ്സിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണുള്ളത്. അപ്പോൾ താലിബാനെ സംബന്ധിച്ചിടത്തോളം എമിറേറ്റ്സിൽ അത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൺട്രോൾ ആണ്. ഇനി ഇക്കണോമിക് കൺട്രോളിൽ വരുമ്പോൾ, നമ്മൾ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ധനമാണ്. ആ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലോ കുറവായാൽ മാത്രമാണ് അവരുടെ ആ രാജ്യത്തിന്റെ പ്രോബ്ലംസിനെ എഫക്ട് ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലംസ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ദരിദ്ര രൂപങ്ങൾ കൂടുതലായി കഴിഞ്ഞാൽ ഈ അകൽച്ച കൂടും. ഇപ്പൊ ഉള്ള സാധനങ്ങൾ ഇല്ലാത്തതിന്റെ കുറവിനെയും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനും വലുതായിട്ട് കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് കാരണമാണ് അതിന് അങ്ങനെ ഒരു വരൾച്ച അല്ലെങ്കിൽ പോവർട്ടിക്ക് വരാൻ കാരണം? ഒന്ന്, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പോ ഹൈ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ജനസംഖ്യ കൂടുമ്പോൾ അവിടെ സ്ട്രെയിൻ കൂടും, റിസോഴ്സസ് കൂടുതൽ വേണ്ടി വരും. റിസോഴ്സസ് കൂടുതൽ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ കുറവ് അനുഭവപ്പെടും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തത്, ആ റീജിയനിൽ നിന്ന് എക്കോണമി, അവിടുത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കോണമിയും ഇക്കോണമിക്കൽ നെയ്ബേഴ്സിന്റെയും ഡെഫിസിറ്റും എഫക്റ്റ് ആയിട്ട് വരുന്നു. സോഷ്യോ കൾച്ചറൽ കോണ്ടാക്സ്റ്റിൽ നോക്കുമ്പോൾ, സോഷ്യലി ആൻഡ് കൾച്ചറലി സൗത്ത് ഏഷ്യ എല്ലാ കൺട്രികൾക്കും ഏകദേശം കൾച്ചർ ഒരേമാതിരി വരുന്നുണ്ട്. അതേമാതിരി തന്നെ അവരുടെ ഡാൻസ്, ഡ്രാമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഉള്ള ഇന്റർ സ്റ്റേറ്റ് പൊല്യൂഷൻസ് വരാണ്ടും റിലീജിയൻ വൈസും ലിറ്ററസി വൈസും ബെറ്റർ ആയിട്ട് കൊണ്ടുവരാം. ഇനി നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ഡൈനാമിക്സ് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ സെക്യൂരിറ്റി, അവനവന്റെ ജോബിലുള്ള സെക്യൂരിറ്റി, അവരുടെ വീടിലുള്ള സെക്യൂരിറ്റി, കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി, ഇല്ലീഗൽ മൈഗ്രേഷൻ, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരിക, ക്രൈംസ് ഉണ്ടാവുക, ഇതിനെയൊക്കെ 5 സ്ട്രാറ്റിലാണ് നമ്മൾ കാണുന്നത് നോൺ സെക്യൂരിറ്റി മെഷേഴ്സ്. ഇതിലേക്ക് സൗത്ത് ഏഷ്യയില് ഇതെല്ലാം ടോട്ടലായിട്ട് നമ്മൾ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്നുള്ള ലെവലിൽ വരുന്നു. ഇവിടെ വൈഡനിങ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ബൈലാറ്ററൽ, 2 കൺട്രിയാണ് ബൈലാറ്ററൽ, മൾട്ടിലാറ്ററൽ ലെവലിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് ട്രഡീഷണൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അവരെടുക്കേണ്ട ഒരു അക്സെപ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഏട്ടൻ തരുന്ന, ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏട്ടൻ തരുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ കൊണ്ടുവരണം. അതാണ് ഗുജറാൾ ഡോക്ട്രിൻ പ്രിൻസിപ്പിൾ ഓഫ് നോൺ തിരിച്ച് റെസിപ്രിക്കൽ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഇതില് നെയ്ബർ ഫസ്റ്റ് എന്ന് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത്, നമ്മളുടെ നെയ്ബർ ആണ് ഫസ്റ്റ് എന്നുള്ള ആ ഡിക്റ്റം ഫോളോ ചെയ്ത് വരുന്നു. ഇപ്പൊ ഇവിടെ നമ്മള്
ബയോസെക്ടിക് എഫേർട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ബയോസെക്ടിക് എഫക്ട് എന്താന്ന് വെച്ചാൽ എത്രത്തോളം ചാലഞ്ചസ് ഉണ്ടോ ആ ചാലഞ്ചസിനെ ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരിക. സാർക്കിന്റെ ഓർഗനൈസേഷൻ വഴിയോ അതിന്റെ കോർപ്പറേഷൻ വഴിയോ അതിന്റെ ട്രഡീഷണൽ സെക്യൂരിറ്റി വഴിയോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഈ എഫേർട്ട് കൊണ്ടുവന്ന് ഈ മെമ്പേഴ്സിനും ഈ സാർക്കിലുള്ള ഏഷ്യൻ കൺട്രികൾക്കും എത്രത്തോളം നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റും. സെൽഫായിട്ടുള്ള ഓർഗനൈസേഷൻസ് വഴിയോ അല്ലെങ്കിൽ റീജിയണൽ ഗ്രൂപ്പ്സ് വഴിയോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് ഇത് തമ്മിൽ രണ്ടും കൂടെ ഒരുമിപ്പിച്ചിട്ടോ സാർക്കും ഏഷ്യൻ മെമ്പേഴ്സിനും ഒരുമിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വിധത്തില് പല വിധത്തിലുള്ള ഓർഗനൈസേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഓർഗനൈസേഷൻസ് വിധത്തിൽ ഓർഗനൈസേഷൻ മുഖാന്തരം ട്രേഡ് ഓർഗനൈസേഷൻ ആയാലും ടെക്നോളജി ആയാലും എനർജി ആയാലും ഫിഷറീസ് ആയാലും പബ്ലിക് ഹെൽത്ത് ആയാലും കൗണ്ടർ ടെററിസം ആയാലും എൻവയറമെന്റ് ആയാലും ഏത് വിധത്തെയും മനുഷ്യരാശിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ശരി പ്രിക്കോഷൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ എത്രത്തോളം നമ്മൾക്ക് ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവനും അവരുടെ ധനവും അവരുടെ സമ്പത്തും സമ്പാദ്യങ്ങളും സൊസൈറ്റിയില് മനുഷ്യന് സമാധാനത്തോടെ ജീവിച്ചു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ലെസൺ വഴി ഈ ടോപ്പിക് വഴി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതിന് എല്ലാവിധ ഗവൺമെന്റും എല്ലാവിധ കോർപ്പറേഷൻസും എല്ലാവിധ ഓർഗനൈസേഷൻസും ഒപ്പം നിൽക്കുക. നന്ദി, നമസ്കാരം.